വികസന സംവാദത്തിനുള്ള പ്രതിപക്ഷ നേതാവിന്റെ വെല്ലുവിളി സ്വീകരിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ. വികസനം മാത്രമല്ല എല്ലാ കാര്യവും ചർച്ച ചെയ്യണമെന്ന് പിണറായി വിജയൻ പറഞ്ഞു. സംവാദത്തിനുള്ള വേദിയും സമയവും മുഖ്യമന്ത്രി തീരുമാനിച്ച് അറിയിക്കട്ടെ എന്ന് വി.ഡി. സതീശൻ ഫേസ്ബുക്കിൽ കുറിച്ചു. വളരെ സന്തോഷം. അത് ഇപ്പോഴെങ്കിലും അതിന് തയ്യാറാകുന്നുണ്ടെങ്കിൽ വളരെ നല്ലത്. ഒരു കാര്യം നിങ്ങൾ ആലോചിച്ചാൽ മതി കേട്ടോ. ഈ ഏറ്റവും വലിയ സംവാദത്തിന്റെ സ്ഥലം അസംബ്ലിയാണ്. അസംബ്ലി സാധാരണ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുൻപുള്ള അസംബ്ലി എന്ന് പറഞ്ഞാൽ ഈ ഭരണപക്ഷത്തെ അങ്ങനെ എരിവരി കൊള്ളിക്കലും പ്രതിപക്ഷം ഏത് പ്രതിപക്ഷമായാലും, കാരണം തെരഞ്ഞെടുപ്പിലേക്ക് പോകും. കഴിഞ്ഞ അസംബ്ലിയിൽ എന്താ ഉണ്ടായി? കഴിഞ്ഞ അസംബ്ലിയിൽ ആദ്യഘട്ടം നയപ്രഖ്യാപന പ്രസംഗത്തെക്കുറിച്ചുള്ള ചർച്ചയാണ്. 3 ദിവസം ചർച്ച ചെയ്തു. 2 ദിവസം പ്രതിപക്ഷം ബഹിഷ്കരിച്ചു. 1 ദിവസം കാട്ടിക്കൂട്ടി കണക്കൊപ്പിച്ചെന്ന് പറയും. കേരളത്തെ തകർക്കാൻ ഉതകുന്ന സമീപനം സ്വീകരിക്കുന്ന BJP-യെ അവരുടെ മനസ്സിന് ചെറിയ നോവൽ പോലും ഒരു വിഷമം അവർക്കുണ്ടാകരുത് എന്ന നിർബന്ധം എന്തിനാണ്? UDF കൊണ്ടാണ്. ആ കാര്യങ്ങളെല്ലാം പറയണ്ടേ? ഇതിന്റെ ഭാഗം എടുക്കും. അങ്ങനെയെല്ലാം പറയാൻ തയ്യാറുണ്ടെങ്കിൽ നമുക്കെടുക്കാം. നമുക്ക് പ്രശ്നമൊന്നുമില്ല. ലിജോ റോളൻസ് പേരുകളുമായി കൊല്ലത്തുനിന്ന്. ലിജോ, എന്താണ് മുഖ്യമന്ത്രി സംവാദത്തെക്കുറിച്ച് പറഞ്ഞത്? സംവാദത്തെക്കുറിച്ചുള്ള ചോദ്യത്തിൽ വളരെ ചിരിയോടുകൂടിയായിരുന്നു മുഖ്യമന്ത്രി നേരിട്ടത്. സംവാദത്തിന് ആ പ്രതിപക്ഷ നേതാവിന്റെ ക്ഷണത്തെ എന്താണ് വളരെ സന്തോഷം എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. ഏറ്റവും വലിയ സംവാദത്തിന്റെ ഒരു സ്ഥലമായിരുന്നു നിയമസഭ എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ ആര് ഭരണപക്ഷത്തിരുന്നാലും ആ സമയത്തുള്ള പ്രതിപക്ഷം ഈ അവസാന സഭാ സമ്മേളന സമയത്ത് വലിയ രീതിയിലുള്ള ആരോപണങ്ങളും ഒരുപക്ഷെ അവിശ്വാസ പ്രമേയം അത് പാസ്സായില്ലെങ്കിൽ പോലും സഭയിൽ അവതരിപ്പിക്കുന്ന ഒരു പതിവ് ഉണ്ടായിരുന്നു. ഇത്തവണ അതുണ്ടായില്ല. അതൊന്നും ഉണ്ടാകാതെയാണ് ഇത്തരത്തിലൊരു സംവാദത്തിന് വിളിക്കുന്നത്. ആ സംവാദത്തിൽ വികസന വിഷയങ്ങൾ മാത്രം ചർച്ച ചെയ്യാനുള്ള ഒരു വേദിയാകരുത്, മറിച്ച് എന്തായിരുന്നു കഴിഞ്ഞ 10 വർഷത്തെ പ്രതിപക്ഷത്തിന്റെ നിലപാട് എന്നുള്ള ഒരു കാര്യത്തിൽ, അതായത് കേന്ദ്രം പലതരത്തിൽ അവഗണിക്കപ്പെട്ട സമയത്ത് സംയുക്തമായുള്ള ഒരു പ്രതിഷേധത്തിന് തയ്യാറെടുത്ത സമയത്ത് ആ വിഷയങ്ങൾ അതുൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും, മാത്രമല്ല മുണ്ടക്കൈ ഉണ്ടായ സംഭവത്ത് മാത്രമല്ല എങ്ങനെയായിരുന്നു കേരളം ദുരന്തത്തെ നേരിട്ടത്, ആ വിഷയങ്ങളിലെല്ലാം തന്നെ മറുപടി പറയാൻ പ്രതിപക്ഷ നേതാവ് തയ്യാറാണ് ആണെങ്കിൽ തീർച്ചയായിട്ടും സംവാദത്തിന് തയ്യാറാണ് എന്നുള്ളൊരു കാര്യം തന്നെയാണ് അർദ്ധശങ്കയില്ലാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറയുകയും ചെയ്തിരിക്കുന്നത്. അതിൽ ഈ വികസനം മാത്രം എന്നുള്ള ഒരു കാര്യത്തിൽ ഉറച്ച് അത് മാത്രമായി ചുരുങ്ങി പോകരുത് എന്നുള്ളൊരു കാര്യമാണ് പ്രധാനമായും പറഞ്ഞത്. കാരണം ഈ പലപ്പോഴും ഈ പാർലമെന്റിലേക്ക് കേരളത്തിൽ നിന്നും 19 അംഗങ്ങൾ ഉണ്ടായിട്ട് പോലും അവരെല്ലാം അവിടെ 18 UDF-ന്റെ അംഗങ്ങൾ ഉണ്ടായിട്ട് പോലും അവരെല്ലാം അവിടെ ചെന്ന് പോലും സംസ്ഥാനത്തിനെതിരെ പറയാനാണ് നിൽക്കുന്നത്. കേന്ദ്രത്തിനെതിരെ ഒന്നും പറയുന്നില്ല എന്നുള്ള ഒരു ആരോപണമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായത്. അപ്പോൾ ഈ കാര്യങ്ങൾ, അതായത് ഒരു ചെറിയൊരു ചട്ടക്കൂടിൽ നിൽക്കാതെ കേരളത്തിലെ കഴിഞ്ഞ 10 വർഷത്തെ എല്ലാ വിഷയങ്ങളിലും സമഗ്രമായ ഒരു സംവാദത്തിനാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ തയ്യാറാകുന്നതെങ്കിൽ തനിക്കതിൽ യാതൊരു മടിയുമില്ല. അതിന് താനും തയ്യാറാണ്. മുണ്ടക്കൈ വിഷയത്തിൽ എന്തായിരുന്നു ഒരുമിച്ച് ചർച്ച നടത്തിയിട്ട് അവിടെ എന്ത് നിലപാടാണ് പിന്നീട് പ്രതിപക്ഷം സ്വീകരിച്ചത്, അത്തരത്തിലുള്ള ഒരു എല്ലാ വിഷയങ്ങൾക്കും മറുപടി പറയാൻ കൂടി തയ്യാറായിട്ട് വേണം വി.ഡി. സതീശൻ അവിടേക്ക് എത്തേണ്ടതെന്നുള്ളൊരു കാര്യമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ സംവാദത്തെക്കുറിച്ച് പറഞ്ഞത്.